നമസ്കാരം. ഒരു വിഷയം ചിന്തിക്കാൻ ഒരവസരം ഉണ്ടാക്കുകയാണല്ലോ നമ്മൾ ചെയ്യുന്നത് ധന്യമയ ജീവിതത്തിൽ. ഞാനൊരു പക്ഷവും ചേരുന്നുമില്ല, ആശയപരമായ ഒരു പിടിവാശിയുമില്ല. ചിലരിങ്ങനെ ആലോചിക്കാനായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മള് ഒരു സിനിമ കാണാൻ പോയി. ആ സിനിമ കഴിഞ്ഞ് വരുമ്പോ ആളുകളുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ ക്ഷീണമാണോ സന്തോഷമാണോ? മേറ്റന് കണ്ടിട്ടാ വരുന്ന വെച്ചാൽ കണ്ണക്കാകെ അവധ, വളരെ ഉന്മേഷത്തിലാണോ സിനിമ കഴിഞ്ഞ് വരിക? അല്ല. ഒരു സദ്യ കഴിഞ്ഞിട്ട് വരുമ്പോ ആ സദ്യ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോ വീട്ടിൽ വന്ന ഉടനെ സന്തോഷം കൂടുതലാണോ ക്ഷീണമാണോ? മിക്കവാറും പേര് ക്ഷീണിച്ച് കിടക്കുന്നത് കാണാം. എനിക്ക് ക്ഷീണം ഉണ്ടാവാറുണ്ട്. നമ്മൾ ഇതൊക്കെ ചെയ്ത് സന്തോഷത്തിനല്ലേ. ഇതിപ്പോ എന്താ ഉണ്ടായി? ക്ഷീണം. അങ്ങനെയാണെങ്കിൽ ദൈവവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യവും നമ്മളെ സന്തോഷിപ്പിക്കണ്ടേ? സന്തോഷം ഉണ്ടാകുന്നുണ്ടോ? അപ്പൊ എവിടെയോ നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. മെഡിറ്റേഷൻ കഴിഞ്ഞ് വരുമ്പോ സന്തോഷത്തിലാവണ്ടേ? മനസ്സിന് ശാന്തിയും സമാധാനം കൊടുത്തു, സന്തോഷത്തിലാവണ്ടേ? രാത്രി ഉറങ്ങാതെ വളരെ പിളച്ചെണീറ്റ് കുളിച്ച് അമ്പലത്തിൽ പോവുകയോ വായനയ്ക്ക് പോവുകയോ ചെയ്യുന്ന വീട്ടമ്മ മക്കൾ അങ്ങോട്ട് നിർദ്ദേശം കൊടുത്തു കിടക്കും. അമ്മേ, നേരം വെളിച്ചായിട്ട് പോയാൽ മതി, ഇരുട്ടത്ത് വല്ല പാമ്പോ ചേരയൊക്കെ ഉണ്ടാവും. പറഞ്ഞാൽ കേൾക്കില്ല. ദൈവവിശ്വാസം. അങ്ങനൊക്കെ പോയിട്ട് അവിടെ പോയി തൊഴുത് വരുമ്പോ ആ മുഖം കണ്ടാൽ തേജസ്സല്ലേ ഉണ്ടാകേണ്ടത്? ആകെ ക്ഷീണവും ആലസ്യമായിട്ട് വീട്ടിലേക്ക് കയറി വരുമ്പോ തന്നെ ഒന്ന് ചൂടാവും. ആരേത് ഇവിടെ കൊണ്ടു വെക്കാൻ പറഞ്ഞേ? ഞാൻ 1000 തവണ പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെ മുറ്റത്തിട്ടത്. മുഖം ഒരു സാധാരണ ഭക്തന്റെ മുഖം ആലോചിക്കുമ്പോ അതിൽ എത്ര കണ്ട് തേജസ് കാണാറുണ്ട്. ഉറക്കൊഴിക്കും. ആവശ്യമില്ലാത്ത ക്ലേശങ്ങൾ ഭക്തിയുടെ പേരിൽ വേണ്ട എന്നാണ് പറഞ്ഞത്. അയ്യോ, രാവിലെ ലളിതാ സഹസ്രനാമം വായിക്കണമെങ്കിൽ കുളിക്കാതെ പറ്റില്ല. അതുകൊണ്ടോ? ഇപ്പൊ പനി മാക്സിമത്തിലെത്തി, എന്നിട്ടോ ഞാൻ ഇത് മുടക്കാറില്ല. അപ്പൊ അതുകൊണ്ടെന്താ? കുളിച്ചു. ഇത് വായന പകുതിയായപ്പോഴേക്കും ലളിതാ സഹസ്രനാമം പുസ്തകം കയ്യിൽ നിന്ന് വീണു, പിന്നെ കിടപ്പില. എന്തിനാ ഈ ക്ലേശം? ഞാൻ ലളിതാ സഹസ്രനാമം വായിക്കുന്ന ആളാണ്. ചിലപ്പോ കുളിക്കാത്ത അവസരത്തിൽ വായിക്കുമ്പോഴാണ് ശരീരം പറയപ്പോ വായിച്ചോ, എന്നിട്ടാ ഞാൻ കുളിക്കാൻ പോവുക. ആരെ പറഞ്ഞു കുളിച്ചിട്ടേ വായിക്കാവൂ? ശരീരത്തിലെ മുഴുവൻ സെല്ലുകൾക്കും അവയുടേതായിട്ടുള്ള ഒരു അഭിപ്രായമുണ്ട്. അവർക്ക് ശാന്തി കൊടുക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഈശ്വര വിശ്വാസം കഴിച്ചാൽ എനിക്ക് വേറെ കാര്യമുള്ളൂ. അതുകൊണ്ട് കണ്ണടച്ചങ്ങോട്ട് ഓടുക. ചില പ്രധാന ക്ഷേത്രങ്ങളിലൊക്കെ മുമ്പിൽ ഈ കാഴ്ച കാണാറുണ്ട്. എന്താണ് തിരക്ക്! ഇനി 5 മണിക്കൂർ ക്യൂ നിൽക്കണ്ടേ? അപ്പൊ തന്നെ ടെൻഷൻ തുടങ്ങി.
ഈ ശരീരത്തിനെ ദൈവവിശ്വാസത്തിന്റെ പേരിൽ ഇത്ര ക്ലേശിപ്പിക്കണം, എന്നിട്ട് സൂക്കടുകളെ മാടി വിളിക്കണം. ഇത് എല്ലാവരും ചിന്തിക്കേണ്ടത് നല്ലതാണ്. നാക്ക് തുളയ്ക്കുക, എന്നിട്ട് ശൂലം തറച്ചു വയ്ക്കുക നാക്കിൽ. നാവിന് നാവിൻ്റെതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഇല്ലേ? അവരോട് മര്യാദ പെരുമാറണ്ടേ? കവിളിന്റെ രണ്ടു ഭാഗം തുളയ്ക്കുമ്പോ കവിളിൻ്റെതായുള്ള ഒരു ഐഡന്റിറ്റി ഇല്ലേ? നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ മേല് സൂചി കെട്ടിട്ട് എന്റെ മക്കളാ, നിങ്ങളല്ല വളർത്തുന്നത്, അവർക്ക് ചോറ് കൊടുക്കണതേ ഞാനാ, ആ കുട്ടിക്കൊരഭിപ്രായമില്ലേ? അത് നിങ്ങൾ ചോദിച്ചുവോ? എന്റെ മകനോട് ചോദിക്കേണ്ട കാര്യമില്ല, പറ്റില്ല. ഇതുപോലെ കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ശരീരം മുഴുവൻ ആ ശരീരത്തിനുള്ള ഒരു ഐഡന്റിറ്റി ഉള്ളപ്പോ ദൈവവിശ്വാസത്തിന് വേണ്ടി എന്തിനാ ഇത്ര ക്ലേശിപ്പിക്കണം? ചില വ്രതങ്ങള്, ആ വ്രതങ്ങൾ എടുക്കുന്ന 41 ദിവസവും ഈ വ്യക്തി ക്ലേശിക്കുകയാണ്. ആവശ്യമില്ലാത്ത ക്ലേശം, ഒരാവശ്യവുമില്ലാത്ത ക്ലേശം. കാലുവേദനയാണ്, നടുവേദനയാണ്, ചിലപ്പോ രാവിലെ കുറച്ചും കൂടി ഒന്ന് വെയിലൊഴിച്ച് എണീറ്റാൽ മതി, ശരീരത്തിൽ എന്തെങ്കിലും പുരട്ടിയൊക്കെ കുളിക്കണോ, അത് കഴിഞ്ഞിട്ട് കുളിയും. എന്താ അബദ്ധം? ഒടുവിൽ ഈ 41 ദിവസത്തെ ക്ഷീണത്തിനു ശേഷം 41 ദിവസം സുസ്മേരവദനരായിട്ട് നടക്കുന്ന ആളുകൾക്ക് ഇത് ബാധകമല്ല. ഇതിപ്പോ എല്ലാവരോടും ഞാൻ പറയല്ല, വളരെ മര്യാദയ്ക്ക് ചെയ്യുന്നവരുണ്ട്. 41 ദിവസത്തെ ക്ലേശം കഴിഞ്ഞു. ഇനിയിപ്പൊ അമ്മ ശബരിമലയിൽ പോയി വരുമ്പോഴേക്കും എന്തൊക്കെയാ ഉണ്ടാവുക എന്ന് അറിയാൻ പറ്റില്ല എന്ന രീതിയിലാവുകയും ഒടുവിൽ ഒരു തീർത്ഥാടനം കഴിഞ്ഞു വരുമ്പോൾ ആവശ്യമില്ലാത്ത രീതിയിൽ 3 ദിവസത്തെ ഉറക്കൊഴിക്കലോ. ഉറക്കം എന്നുള്ളത് ശരീരത്തിന് ആവശ്യമല്ലേ? ഉറങ്ങണ്ടേ? കോടിക്കണക്കിന് സെല്ലുകള് വിശ്രമിക്കുന്നു ഉറങ്ങുമ്പോഴല്ലേ. നിങ്ങളൊന്ന് ഉറങ്ങൂന്ന് അവര് വിളിച്ചു പറയുക. അല്ല, യാത്ര ചെയ്യുന്ന രാത്രി ഉറക്കമില്ല, അവിടെ ചെല്ലുന്നത് രാത്രി. ഈയിടെ ഒരു സ്ത്രീ ഇത്രയും ക്ഷീണത്തിന് ശേഷം ശബരിമലയ്ക്ക് പോയി. 6-7 സ്ത്രീകൾ കൂട്ടിയിട്ടൊരു വാഹനം എടുത്തിട്ടാണ് പോയത്. എന്നിട്ട് പ്രഭാതത്തിൽ ഒരു ഉറക്കൊഴിക്കല്, പിറ്റേ ദിവസം കെട്ടുന്നറിയും കാര്യങ്ങളാണ്. യാത്രാ ക്ഷീണം, അത് കഴിഞ്ഞിട്ട് നടന്നു പോയി അവിടെ എത്തുന്ന എപ്പോഴാ? രാത്രി 12:00. ഓരോ സെല്ലും പറയുകയാണ് ഒന്ന് വിശ്രമിക്കും. ഈ കാഴ്ച കാണുന്നതാണ്. എനിക്ക് ഭാരതത്തില് ഹിമാലയ യാത്രയിലൊക്കെ വരുന്നവരുടെ മുഖം എനിക്ക് മനസ്സിൽ വരികയാണ്. അവരുടെ ശരീരത്തിലെ എല്ലാ അവയവവും ആഗ്രഹിക്കുന്നു ഒന്ന് വിശ്രമിക്കാൻ. വിശ്രമമില്ല. കല്യാണത്തിൽ മുറി എടുത്തു, കിടന്നുറങ്ങാൻ നേരം അവിടെ. പ്രഭാതത്തിൽ 51, ഉറക്കമുണ്ടായില്ല, മടങ്ങി വന്നു, പിന്നെയും ഉറക്കക്ഷീണം. ഒടുവിൽ കുഴഞ്ഞു വീഴുന്ന സ്ഥിതി വരെ എത്തി. ഭക്തന്മാർ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ശരീരത്തിനെ ഒരു കാരണവശാലും പീഡിപ്പിക്കേണ്ട കാര്യമില്ല. ഉറക്കം വരികയും കോട്ടുവായി ഇടുകയും ചെയ്യുമ്പോൾ ചെയ്യണ്ട. വീട്ടിൽ ഭാര്യയും മക്കളൊക്കെ ഐക്യകണ്ഠേന ഒരു സ്വരത്തിൽ പറയുമ്പോൾ വീട്ടുടമസ്ഥൻ അവർക്ക് എതിരായി പറയാൻ പെടും. നിങ്ങളുടെയൊക്കെ ആവശ്യം അങ്ങനെയാണോ? ആയിക്കോട്ടെ. ഉറക്കമില്ലായ്മ,
സമയത്തിന് ആഹാരമില്ലായ്മ. ഈ ബയോ ക്ലോക്കിനെ മുഴുവൻ എന്തിനാണ് തെറ്റിക്കുന്നത്? സന്തോഷിച്ചുകൊണ്ടുള്ള ദൈവവിശ്വാസമാവാം. യാത്ര ചെയ്യണം, യാത്രയിൽ സത്സംഗം ഉണ്ടാകണം, എന്ന സ്ഥലത്ത് വിശ്രമിക്കാനുള്ള സമയം കിട്ടണം. പലയിടത്തിലും ഹിമാലയ യാത്രയിലത്തൊക്കെ അനുഭവം വെച്ച് പറയാണ്, യാത്രക്കാർ അസ്വസ്ഥരാവാറുണ്ട്. അവരുടെ ഒക്കെ ശരീരം വിശ്രമിച്ചാ മതി ചെറുക്കുക. വിശ്രമിക്കാൻ സമയമില്ല. കാരണം ഈ ട്രിപ്പ് കൊണ്ടുപോകണവർക്ക് അനവധി സ്ഥലങ്ങൾ കാണിക്കണം. ഉറങ്ങാൻ നേരമില്ല. പുലർച്ചെ 4 മണിക്ക് നമ്മുടെ ബസ് പുറപ്പെടുന്നു പറയും. എത്തിയത് 1 മണിക്കോ 2 മണിക്കോ ആയിരിക്കും. പുലർച്ചെ 4 മണിക്ക് ബസ് പുറപ്പെടണമെങ്കിൽ എപ്പോ കുളിച്ചൊരുങ്ങണം? ഈ ശരീരത്തിലെ സെല്ലുകളൊക്കെ കഷ്ടപ്പെട്ട് വെക്കുമ്പോൾ എനിക്ക് മതിയായി ഒരു വൃദ്ധം പറഞ്ഞ ഇനി ഞാൻ വീട്ടിൽ നിന്ന് ഒരു യാത്രയ്ക്കും പോവില്ല. കാരണം ട്രിപ്പുകാരെ കുറ്റം പറയരുത്. എത്രയോ സ്ഥലങ്ങൾ ഇവര് പോയി കണ്ടുകൂന്ന് വരണം. ചെന്നിറങ്ങുന്നത് എവിടെയാണ്, ഏത് ഗോപുരത്തിന്റെ താഴെയാണ് എന്നുള്ള അറിയില്ല. അവിടുത്തെ ക്യൂ. ഇതിന് പകരം ഈശ്വരവിശ്വാസവും ഭക്തിയും വ്രതങ്ങളും പുഞ്ചിരിയോടുകൂടി അതിൻ്റെതായിട്ടുള്ള സമയമെടുത്ത് ശരീരത്തിന് വിശ്രമം കൊടുത്ത്. ഭക്തി എന്ന് പറഞ്ഞാൽ അർത്ഥശൂന്യമായ ത്യാഗമാണ് എന്ന ധാരണയിൽ നിന്നും നമുക്ക് മോചനം കിട്ടണം. ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ സ്മരിക്കുന്നു. നമസ്കാരം.